നിങ്ങൾ ഈ 101 കൗരവരും 5 പാണ്ഡവരും സഹകാരികളായെത്തിയിരിക്കുന്ന രാജാക്കന്മാരും ഈ മണ്ണും നിങ്ങളോടൊപ്പം വന്ന കുതിരയും കാലാളും ആനയും ഈ ആയുധങ്ങളും ഇതിലെ ഈ ചരാചരങ്ങൾ മുഴുവനും മനോവാക്കായങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അർജുന. ഈ ബന്ധമാണ് നിന്നെ മോചനത്തിന് തടയുന്നത്. നീ ഇത് വെടിഞ്ഞിറങ്ങിപ്പോയാൽ, നീ ഇതിൽ നിന്ന് യുദ്ധം ചെയ്താൽ ഈ ബന്ധം പോവില്ല. നീ ഇത് വെടിഞ്ഞങ്ങോടിപ്പോയാൽ ബന്ധമൊന്നും പോലെ ബന്ധം തീഷ്ണമാവും. നീ ഇതങ്ങ് സ്വീകരിച്ച് യുദ്ധം ചെയ്താൽ അപ്പോഴും ബന്ധം തന്നെ നിൽക്കും. നീ ഇതുവരെ ചെയ്ത കർമ്മങ്ങളിൽ സ്വീകരിച്ച മനോവാക്കായ മനസ്സ്, വാക്ക്, ശരീരം ഇവയെ വിഷയങ്ങളിൽ ബന്ധിപ്പിക്കുമ്പോഴുള്ള ഫലത്തിലുള്ള നിന്റെ ആഗ്രഹമങ്ങ് വെടിഞ്ഞാൽ നീ വെറും ഉപകരണം. നിയതി അതിൻ്റെ കർത്തൃത്വ ഭാഗവും ഏറ്റെടുക്കുമ്പോൾ, നിനക്ക് ഫലത്തിൽ ബന്ധമില്ലാതാകുമ്പോൾ കർമ്മം നിന്റേതല്ലാതായിത്തീരും. അത് ശീലമാകുമ്പോൾ നിന്റെ അന്ധക്കരണം വിശുദ്ധമാവും. വിശുദ്ധമായ അന്ധക്കരണത്തിൽ ആത്മബോധമുദിക്കും. നീ മോക്ഷത്തിലെത്തും. ഇതാണ് യജ്ഞം. ഇത് വളരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്നതാണ്. ഇതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് വഷളൊന്നും ആക്കണ്ട. ഇത്രയേ ഉള്ളൂ പണി. ഇതിൽ ഇന്ന കർമ്മം അങ്ങനൊന്നുമില്ല. എല്ലാ കർമ്മത്തിലും ബലത്തിലുള്ള താല്പര്യമാണ് പ്രശ്നം. ബലത്തിലുള്ള താല്പര്യം ബന്ധിക്കും. വ്യക്തി കുടുംബത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ആ കുടുംബം ഒന്നിച്ച് നിൽക്കുന്നിടത്തോളം കാലം വ്യക്തിയെ ബാധിക്കില്ല. വ്യക്തി തൻ്റെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതെല്ലാം ഒന്നിച്ച് നിൽക്കുന്നിടത്തോളം കാലം പ്രസ്ഥാനത്തെ ബാധിക്കില്ല. അതിൻ്റെ അകത്ത് നിന്ന് വ്യക്തികളായിത്തീരുകയും ഫലത്തെ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ പണ്ടുണ്ടായതും പാളെ സംഭവിച്ചതും പുറത്തു വരും. അപ്പോൾ എല്ലാവരും പത്രസമ്മേളനം നടത്തും. ഫലം മേ സ്യാത്, എനിക്ക് ഫലം വേണം. അതായി പത്രസമ്മേളനത്തിൻ്റെ ഒക്കെ അർത്ഥം. ഫലം നമുക്കായിട്ട് വേണമെന്ന് തീരുമാനിച്ചാൽ വഴക്കുണ്ടാവില്ല. എനിക്ക് വേണം, ബാർഗൈനിങ് തുടങ്ങും. ഇത്ര വീതം എനിക്ക്, ഇത്ര വീതം നിനക്ക്. കുറഞ്ഞവൻ വഴക്കുണ്ടാക്കും, കൊല്ലിക്കും. കുടുംബത്തിലാ പങ്കുവെക്കുന്നത്. ഇപ്പൊ കൊല്ലേണ്ടതും കുടുംബത്തിൽ തന്നെയാണ്. കാരണം കുടുംബത്തിൽ നിന്നാണ് ഇത് പുറത്തേക്ക് പോവുക. ഇപ്പൊ വെളിയിലെത്താതിരിക്കേണ്ടത് കുടുംബത്തിനകത്താണ്. കുടുംബത്തിൽ തന്നെ കൊല്ലും. കാരണം ഇത്രയും കാലം മാന്യനായി ജീവിച്ച തന്തയ്ക്കെതിരെ മകനിറങ്ങിയാൽ, മകനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ ഓടിച്ചു പോകുന്ന ബൈക്കിൽ വല്ല അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ചെയ്ത് വെക്കും, വഴി തൊലയാൻ. നേരിട്ട് കൊല്ലുകയൊന്നുമില്ല. ഇതിങ്ങനൊരു പരമ്പരയാണ്. ഈ പരമ്പരയുടെ ദുഃഖമാണ് നിങ്ങൾ ജനാധിപത്യത്തിൽ പേറുന്നതെല്ലാം. ഇത് കണ്ടുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് സമാനം കിട്ടില്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. അതങ്ങനെയാണ് നടന്നത്. ഇതിങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇങ്ങനെ തന്നെ തുടരണം. ഇതിങ്ങനെയേ തുടരൂ. അനിശ്ചിതത്വത്തിൻ്റെ അനിശ്ചിതത്വം നിലനിൽക്കുക തന്നെ വേണം. മാറിയാലാണ് സുഖമില്ലാത്തത്. രാവിലെ എഴുന്നേറ്റ് പരീക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ വേണം ഹർത്താലാണെന്നറിയാൻ. എങ്കിലേ ഇത് സുഖമുള്ളൂ. എങ്കിലേ മനസ്സിലാക്കൂ, ഇതൊന്നും എൻ്റെ ബുദ്ധിയിലല്ല ഓടുന്നത്. ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് ഈ ലോകം ഓടുന്നതെന്നൊക്കെ വിചാരിച്ച് ബഹളം വെച്ച് കൂവി കുർക്കുളിച്ച് വരുമ്പോഴേക്ക് രാവിലെ പെരയുടെ ഒരു ഭാഗം ആഞ്ഞിൽ വീണ് തകർന്ന് കിടക്കുമ്പോഴും പഠിക്കുള്ളൂ മനുഷ്യൻ. വീഴണം. ബോധമുള്ളവൻ ബാക്കിയുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, ഇതേ നമ്മളെല്ലാം കൂടി ഇത്രയും പണിതതാണ്. ഇത് തീർക്കാൻ പ്രകൃതിക്ക് അര നിമിഷം മതി. ഇതൊക്കെ തീർക്കാതിരിക്കുന്നത് പ്രകൃതി നമ്മുടെ മര്യാദയിലാണ്, നന്മയിലാണ്. അതുകൊണ്ട് നന്മയുണ്ടാവണം. ലോകത്തുള്ള കല്ല് മുഴുവൻ പൊട്ടിച്ച് കടലിൻ്റെ തീരത്തടുക്കി കടലിൻ്റെ നടുക്ക് നിന്ന് കടലിൽ ശോഭിച്ചാൽ അറിയാനുള്ള ഉപകരണവും വെച്ച് 50,000 ഓഫീസ് കടൽ തീരത്ത് കെട്ടി 5 ലക്ഷം ജോലിക്കാരെ അതിനകത്തിരുത്തി 1000 ഡയറക്ടർമാരെ കൊടുത്ത് 1500 ഗവേഷക പ്രമാണിമാരിരുന്ന് രാപകൽ കണ്ണിൽ എണ്ണയൊഴിച്ച് റഡാറുകളിൽ നോക്കിയിരിക്കുന്നതിനിടയിൽ ഇവൻ്റെ ഒന്നും കണ്ണിൽപ്പെടാതെ കയറി വരുന്ന ഒരു സുനാമി ഇവൻ്റെ ഓഫീസ് ഉൾപ്പെടെ തകർക്കുമ്പോഴേ മാനവന് മര്യാദ വരുള്ളൂ. അല്ലാതെ പഠിപ്പിച്ചു അറിഞ്ഞും ഡിഗ്രി സമ്പാദിച്ചും മര്യാദ വരുമോ? കശ്മലന്മാർ പുളയ്ക്കാതിരിക്കണമെങ്കിൽ ഈ പ്രപഞ്ചം അനിശ്ചിതമായി തുടരണം. അനിശ്ചിതത്വം മാറിയാൽ മണ്ണിൽ മനുഷ്യനുണ്ടാവില്ല, ജീവജാലങ്ങൾ ഉണ്ടാവില്ല. കാരണം ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കുമെന്നൊരുത്തന് തോന്നിയാൽ ഈ പ്രപഞ്ചം ഞാൻ ഭരിച്ചാൽ തിരുവിതാംകൂട് ഭരുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ചന്ദ്രക്കാരനെ പോലെ ചടികേറും. അല്പം ആൾബലമുണ്ടായിട്ടുള്ളപ്പോൾ, അല്പം ധനം കയ്യിൽ കണ്ടിട്ടുള്ളപ്പോൾ, അല്പം വിദ്യാഭ്യാസം, കാര്യമായൊന്നുമില്ല, 4 കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചപ്പോൾ ഈ നാട് മുടിക്കാൻ ഇറങ്ങിത്തീർന്നവരാണ് മനുഷ്യർ, ജനാധിപത്യത്തിന്റെ അപ്പസ്തോലന്മാർ. യുവന്മാർ നാളെ നിശ്ചയാത്മികയാണ് ഈ പ്രപഞ്ചമെന്നറിഞ്ഞാൽ മര്യാദകിരിക്കുമോ? കൊണ്ട് മതങ്ങളും ജാതികളും വർഗങ്ങളും നേതാക്കന്മാരും ഒതുങ്ങണമെങ്കിൽ
അവൻ പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് കണ്ടത്തിലും വയറ്റിലും ഒക്കെ ക്യാൻസർ വരണം. മറ്റുള്ളവനെ വെട്ടിച്ചുകൊണ്ടെന്ന പണം മുഴുവൻ ഇട്ടുമൂടാൻ മകനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവന് ബുദ്ധിയില്ലാതെ വരണം, മന്ദബുദ്ധിയാകണം. ഇതൊക്കെ കൊണ്ടേ മനുഷ്യൻ നന്നാവുള്ളൂ. ഇതിനെതിരെ ഗവേഷണം നടത്തരുത്. നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒടേതമ്പുരാൻ വെട്ടും. ഇതൊക്കെ ആയി വരുമ്പോൾ നീ മര്യാദയാവുമോ എങ്കിൽ രക്ഷപ്പെടുമെന്ന് പഠിപ്പിക്കണം. ഇതൊക്കെ അനിശ്ചിതമായി തുടരുമ്പോഴും അല്പം എനിക്കറിയാമെന്ന് തോന്നിയാലുള്ള അഹങ്കാരം എത്രയാ? ആരെയാ വകവെക്കുന്നത്? ആരോടാ വിനയാന്വിതമായി പെരുമാറുന്നത്? ആർക്കാ ഒരു ഉപകാരം ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു എന്ന് വന്നാൽ എന്താകും കഥ? അതുകൊണ്ട് ഇതിൻ്റെ രഹസ്യം ഒടേതമ്പുരാൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അത് വെളിപ്പെടരുത്. അപൂർവം അറിയേണ്ടവർ മാത്രമേ അറിയാവൂ. ഇത് അനിശ്ചിതമാണെന്ന് മാത്രമേ അറിയാവൂ. അറിയാൻ ശ്രമിക്കുക പോലും ചെയ്യരുത്. അതുപോലും അഹങ്കാരം ഉണ്ടാക്കും. ഇതാ യജ്ഞത്തിൻ്റെ രഹസ്യം.